6 വർഷത്തോളം ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് എയ്ഡഡ് സ്കൂൾ അധ്യാപിക ആത്മഹത്യ ചെയ്തെന്ന വാർത്ത ഞെട്ടലോടെ കേട്ടവരാണ് നമ്മൾ. മരണത്തെക്കാൾ 6 വർഷം ശമ്പളം ലഭിച്ചില്ലെന്ന കാര്യം നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. പിന്നാലെ ശമ്പളമില്ലാതെ എന്തിന് ഇത്രകാലം ജോലി ചെയ്തെന്ന ചോദ്യവും ഉയരാൻ തുടങ്ങി. ശമ്പളം ലഭിക്കാത്തതിന് സർക്കാരിനെ കുറ്റപ്പെടുത്തി മാനേജ്മെൻറ്റും സ്കൂൾ മാനേജ്മെൻറ്റായ താമരശ്ശേരി രൂപതയുടെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിനെതിരെ കുടുംബവും രംഗത്ത് വന്നു. സത്യത്തിൽ ആരാണ് കോഴിക്കോട് കട്ടിപ്പാറയിൽ LP സ്കൂൾ അധ്യാപികയായിരുന്ന വളവനാനിക്കൽ അലീന എന്ന പാവം അധ്യാപികയുടെ മരണത്തിന് പിന്നിൽ? ആരാണ് അവരെ ഈ മരണത്തിലേക്ക് നയിച്ചത്? പ്രതി സർക്കാരോ രൂപതയോ? യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? കട്ടിപ്പാറ വളവനാനിക്കൽ ബെന്നിയുടെ മകളായ അലീന ബെന്നി 6 വർഷം മുമ്പാണ് താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള സ്കൂളിൽ ജോലിക്ക് കയറുന്നത്. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള കുടുംബത്തിലെ അംഗമാണ് അലീന. സഹോദരിമാർ 2 പേരും വിദ്യാർത്ഥികളാണ്. കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയുമായാണ് അവർ ജോലിയിൽ പ്രവേശിക്കുന്നത്. എയ്ഡഡ് സ്കൂളിൽ സ്ഥിരം നിയമനം എന്ന പേരിലാണ് അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്. 5 വർഷമായി അലീന താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിന് കീഴിലുള്ള കട്ടിപ്പാറ ഹോളി ഫാമിലി LP സ്കൂളിലാണ് ജോലി ചെയ്തു വന്നിരുന്നത്. പിന്നീട് 1 വർഷം രൂപതയുടെ തന്നെ കോടഞ്ചേരിയിലുള്ള സ്കൂളിലും ജോലി ചെയ്തു. കട്ടിപ്പാറ സ്കൂളിൻ്റെ ലീവ് വേക്കൻസിയിലാണ് അലീന ജോലിക്ക് കയറിയത്. ഇവിടെ നിയമനത്തിന് സാധ്യതയില്ലാതിരുന്നിട്ടും മാനേജ്മെൻറ്റ് സ്ഥിര നിയമനത്തിന് സാധ്യതയുണ്ടെന്ന് വാഗ്ദാനം നൽകിയാണ് ഇവർക്ക് ജോലി നൽകിയത്. എന്നാൽ അവധിക്ക് പോയ അധ്യാപിക തിരികെ വന്നതോടെ അലീനയെ വീടിനടുത്തുള്ള സ്കൂളിൽ നിന്ന് രൂപതയുടെ തന്നെ കോടഞ്ചേരിയിലെ സ്കൂളിലേക്ക് മാറ്റി. ഇവിടെയും സ്ഥിര നിയമനം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതായാണ് പിതാവ് പറയുന്ന വിവരം. എന്നാൽ അതും വെറും വാക്കായിരുന്നു. ഇത്രയും കാലം ചെയ്തതിന് ഒന്നും ലഭിച്ചില്ലെന്നത് പോട്ടെ, ഇനിയും ഒന്നും ലഭിക്കില്ലെന്ന് ജോലി പോലും ഉറപ്പില്ലെന്നും അറിയുമ്പോൾ ആരാണ് തകർന്നു പോകാതിരിക്കുക? ജോലിക്ക് കയറുമ്പോൾ 13 ലക്ഷം രൂപ താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് നൽകിയിരുന്നു. വായ്പ എടുത്താണ് ഈ 13 ലക്ഷം രൂപ നൽകിയതെന്ന് പിതാവ് ബെന്നി പറയുന്നു. കൈക്കൂലി എന്ന് വിളിക്കേണ്ട ഈ പണം പക്ഷേ എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്കൂളുകളിലെ നാട്ടുനടപ്പാണ്. സർക്കാരിന് പോലും ഇക്കാര്യത്തിൽ എതിർപ്പില്ല. അതിനാൽ ഇത് എല്ലായിടത്തും എല്ലാവരുടെയും അറിവോടെ നടന്നു വരുന്ന ഒന്നാണ്. പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം അലീന ബെന്നിക്ക് വാഗ്ദാനം ചെയ്ത സീറ്റിന് 30 ലക്ഷം രൂപയായിരുന്നു മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ മുഴുവൻ സംഖ്യയും ഇല്ലാത്തതുകൊണ്ട് ആദ്യത്തെ 5 വർഷത്തെ സാലറി മാനേജ്മെൻറ്റിന് കൊടുക്കാമെന്ന് ഉദ്യോഗാർത്ഥിയിൽ നിന്ന് എഴുതി വാങ്ങിച്ചുവെന്ന് അലീനയുടെ പിതാവ് ആരോപിക്കുന്നു. 1 രൂപ പോലും വാങ്ങാതെ തൻ്റെ 24-ാം വയസ്സു മുതൽ ഒരു കുടിയേറ്റ കർഷകൻ്റെ മകൾ 5 വർഷം ജോലി ചെയ്തു. ജോലിക്ക് വരാൻ വണ്ടിക്കൂലിയില്ലാത്ത അവസ്ഥ കൂടി വന്നതോടെ ബസ് ചാർജ് പലപ്പോഴും സഹപ്രവർത്തകരാണ് കൊടുത്തത്. അവർ പിരിവിട്ട് നൽകിയ പണം കൊണ്ടാണ് ആ അധ്യാപിക ജോലിക്ക് വന്നു പോയിരുന്നത്. അലീന ബെന്നിയുടെ മരണത്തിന് പിന്നിൽ വിദ്യാഭ്യാസ വകുപ്പ് നിയമനാംഗീകാരം നൽകാൻ വൈകിയതിലെ കാലതാമസമാണെന്ന് താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ മാനേജ്മെൻറ്റിൻ്റെ വീഴ്ചയും ഭിന്നശേഷി സംവരണത്തിലെ വ്യക്തതയില്ലായ്മയുമാണ് സംഭവത്തിന് പിന്നിലെന്ന് റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പ് സമർപ്പിച്ചു. താമരശ്ശേരി രൂപതയുടെ സ്കൂൾ മാനേജ്മെൻറ്റിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുകയും മാനേജ്മെൻറ്റിൻ്റെ വാദങ്ങളെല്ലാം തള്ളുകയും ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റ് ശരിയായ നടപടി സ്വീകരിച്ചാൽ മാത്രമേ സ്ഥിര നിയമനം നൽകാനാവൂവെന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പിഴച്ചത് താമരശ്ശേരി രൂപതയ്ക്ക് തന്നെയാണ്. 2 തവണയാണ് അലീന വഞ്ചിക്കപ്പെട്ടത്. ഒന്ന്, താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് കീഴിലുള്ള കട്ടിപ്പാറ ഹോളി ഫാമിലി LP സ്കൂളിൽ തനിക്ക് സ്ഥിര നിയമനം ലഭിക്കുമെന്ന് വിശ്വസിച്ച് ആ വിശ്വാസം തകർന്നപ്പോഴായിരുന്നു അവർ ആദ്യം വഞ്ചിക്കപ്പെട്ടത്. നിയമനത്തിന് സാധ്യതയില്ലാതിരുന്നിട്ടും മാനേജ്മെൻറ്റ് സ്ഥിര നിയമനത്തിന് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് അവരെ വഞ്ചിച്ചു. ഒപ്പം 13 ലക്ഷവും കൈപ്പറ്റി. അത്രയും കാലത്തെ ജോലിയുടെ പണവും അവർക്ക് ലഭിച്ചില്ല. ആ പണം മാനേജ്മെൻറ്റ് കൈക്കൂലിയുടെ ബാക്കിലേക്ക് വകയിരുത്തിയാൽ പോലും നിയമനം കിട്ടിയില്ലെന്നത് വിശ്വാസ വഞ്ചന തന്നെയാണ്. രണ്ടാമത്തെ ചതിയുണ്ടായത് കഴിഞ്ഞ 1 വർഷത്തോളമായി അവർ ജോലി ചെയ്തു വരുന്ന കോടഞ്ചേരി സ്കൂളിൽ നിന്നാണ്. ഇവിടെയും സ്ഥിര നിയമനം ലഭിക്കുമെന്നാണ് മാനേജ്മെൻറ്റ് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് അവരറിയുന്നു തനിക്ക് പറഞ്ഞിരുന്ന പോസ്റ്റിൽ തൻ്റെ നിയമനം സാധ്യമല്ലെന്ന്.
മാത്രമല്ല 5 വർഷത്തിനു ശേഷം താൻ ജോലി ചെയ്തതിൻ്റെ കുടിശ്ശിക പണം പോലും തനിക്ക് ലഭിക്കില്ലെന്നും അവർ അറിയുന്നു. ഇതോടെ താൻ വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലായ ആ അധ്യാപിക തൻ്റെ സ്വപ്നവും പ്രതീക്ഷയും തകർന്ന അവസ്ഥയിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു. ജോലി ചെയ്ത് ശമ്പളം ലഭിക്കുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നുവെന്നും അവൾക്ക് നീതി നിഷേധിക്കപ്പെട്ടെന്നും അലീനയുടെ കർഷകനായ പിതാവ് ബെന്നി പറയുന്നു. ബന്ധപ്പെട്ടവർ അനുകൂല നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ മകൾ ഈ കടുംകൈ ചെയ്യില്ലായിരുന്നുവെന്നും ബെന്നി ഉറപ്പിച്ചു പറയുന്നു. വീഴ്ചയുണ്ടായത് മാനേജ്മെൻറ്റിനാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സ്കൂളിൽ പോയി തിരികെ വരാൻ പണമില്ലാതിരുന്ന അലീനയ്ക്ക് അധ്യാപകർ 3000 രൂപ കൊടുത്തെന്ന് പിതാവ് പറയുന്നു. കർഷക കുടുംബമായ തങ്ങൾ വളരെ കഷ്ടപ്പാടിലാണ് ജീവിച്ചിരുന്നത്. തന്നോട് പണമില്ലെന്ന് ഒരിക്കലും അലീന പറഞ്ഞിരുന്നില്ല എന്നും ബുദ്ധിമുട്ടുകൾ അവൾ ഒറ്റയ്ക്ക് സഹിച്ചെന്നും ആ പിതാവ് പറയുന്നു. തൻ്റെ മകളുടെ ഈ നഷ്ടത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. സംഭവത്തിൽ താമരശ്ശേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കമ്മീഷൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. 2 ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥിൻ്റെ ഉത്തരവ്. മാർച്ച് 26-ന് കോഴിക്കോട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. അതേസമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:30 കട്ടിപ്പാറ തിരുകുടുംബ പള്ളി സെമിത്തേരിയിൽ അലീനയുടെ മൃതദേഹം സംസ്കരിച്ചു. ഇനി അവർക്ക് ലഭിക്കേണ്ടത് നീതിയാണ്. അത് നൽകാൻ രൂപതാ മാനേജ്മെൻറ്റും ഭരണകൂടവും പോലീസും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തയ്യാറാകണം.